ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം. ഇതൊരു കർണാടകൻ റെസിപ്പിയാണ്. കടമ്പ് നമ്മുടെ നാട്ടിലെ കൊഴക്കട്ടയായിട്ട് നല്ല സാമ്യമുണ്ട്. അപ്പോൾ തുടങ്ങിയാലോ? അതിന് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. തരിയായ പൊടിയാണ് വേണ്ടത്, അതുകൊണ്ട് പുട്ടുപൊടി എടുത്താൽ മതി. അതല്ലെങ്കിൽ റവ ആയാലും മതി. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് കടുകും ഉഴുന്നുപരിപ്പും ചേർത്ത് പൊട്ടിയ ശേഷം ചെറുതായി അരിഞ്ഞ് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കണം. അതൊന്ന് വഴറ്റിയ ശേഷം 1 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളം എന്ന കണക്കിന് വെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കണം. ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 3/4 കപ്പ് നാളികേരവും മല്ലിയിലയും ചേർക്കാം. ഇവയെല്ലാം ചേർത്ത് വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരിപ്പൊടി കുറച്ചായി ചേർക്കാം. ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായി കുറച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് ചൂടാറിയ ശേഷം നമുക്കിത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കാം. അതിലെ കട്ടകളൊക്കെ നന്നായി ഉടക്കണം. കുഴച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കണം. ഇവ ഓരോന്നും ചെറിയ ഉരുളകളായി ഉരുട്ടിയ ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒരു സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചട്നി കൂടി ഉണ്ടാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പും ഒരു 5-6 വറ്റൽമുളകും ചേർക്കണം. അത് നന്നായി വാട്ടിയെടുക്കണം. അതിലേക്ക് ഒരു ചെറിയ സവാളയും ഒരു 10 ചെറിയുള്ളിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ചെറിയുള്ളി കൂടുതലുണ്ടെങ്കിൽ സവാള ചേർക്കണമെന്നില്ല, ചെറിയുള്ളിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ശേഷം അതിലേക്ക് ഒരു തക്കാളിയും ഒരു ചെറിയ കഷ്ണം വാളംപുളിയും ചേർത്ത് തക്കാളി ഒന്ന് ഉടയുന്നത് വരെ വാട്ടിയെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കളറിന് വേണ്ടി കാശ്മീരി ചില്ലിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയ ശേഷം നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം. തണുത്ത ശേഷം ഒരു മിക്സി ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഈ അരച്ചെടുത്ത മിശ്രിതവും ഈ മിക്സി കഴുകിയ വെള്ളവും കൂടി ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയ ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് താളിക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് പൊട്ടിയ ശേഷം കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ എളുപ്പത്തിൽ ചട്നിയും തയ്യാറായി. ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തെടുത്ത കടമ്പിൻ്റെ ചൂടാറി കാണും. അതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഇന്ന് തന്നെ വീടുകളിൽ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.